ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നല്ല പിസ്സ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അത് രണ്ട് രീതി ഞാൻ കാണിക്കുന്നുണ്ട്. ഒന്ന് മാവ് കുഴച്ചും കാണിക്കുന്നുണ്ട്, ഒന്ന് ബ്രെഡിലും കാണിക്കുന്നുണ്ട്. ഇതിനി നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് ചെയ്യുന്നത് വിത്തൗട്ട് ഓവനിലാണ്. ഇനി നമുക്ക് ഡോവ് തയ്യാറാക്കിയെടുക്കണം, മാവ് കുഴച്ചെടുക്കണം. അതാണ് നമുക്ക് ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനായിട്ട് ഞാൻ 1/2 കപ്പ് മൈദ എടുത്തു, അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തു. പിന്നെ ചേർക്കുന്നത് 1 ടീസ്പൂണോളം ഷുഗർ ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു 5 മിനിറ്റ് മുമ്പ് ഒരു ചൂടുവെള്ളത്തിൽ കുറച്ച് ഒരു 1/4 ടീസ്പൂണോളം ഈസ്റ്റ് ഞാൻ വെള്ളത്തിൽ ഇട്ടത് കുതിർത്ത് വെച്ചിരുന്നത് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമ്മൾ മാവ് ഒരു 10 മിനിറ്റെങ്കിലും എടുത്ത് നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കണം. എന്നിട്ട് അത് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് പിസ്സ സോസ് ഉണ്ടാക്കുകയാണ്. ഇത് ഞാൻ ടൊമാറ്റോ കെച്ചപ്പാണ് എടുത്തിരിക്കുന്നത്. എളുപ്പത്തിൽ നമുക്ക് പിസ്സ സോസ് തയ്യാറാക്കിയെടുക്കാം ഈ രീതി ചെയ്യുമ്പം. അതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് ആണ് ഇട്ടിരിക്കുന്നത്. ഒരു 1/4 ടേബിൾ സ്പൂണോളം ഗാർലിക്കാണ്. ഗാർലിക്ക് ചെറുതായിട്ടൊന്ന് ഒലിവ് ഓയിലൊന്ന് സോട്ട് ചെയ്തിട്ട് അതൊന്ന് ചതച്ചെടുത്താണ്. ഇതുകൂടെ ചേർത്തിട്ട് നമുക്ക് പിസ്സ സോസ് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഇതിന് നമുക്ക് മാറ്റി വെക്കാം. നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ പിസ്സയാണ്. അതിലേക്ക് ഞാൻ ഒരു 200 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് ഒരു ബ്രസ്റ്റ് പീസിൻ്റെ ഹാഫാണ് എടുത്തിരിക്കുന്നത്, ഒരു ചിക്കൻ്റെ. അതിലേക്ക് ഞാൻ ഒരു 2 നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടു, ഒരു 1/4 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി ഇട്ടു. അതിന് ശേഷം ഞാൻ ഗാർലിക്കാണ് ഇടുന്നത്. ഗാർലിക്ക് മുമ്പേ എടുത്തതിൻ്റെ ബാക്കിയായിട്ടുള്ളത് ഗാർലിക്കാണ് ഇട്ടേക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഗാർലിക് പേസ്റ്റ് വേണമെങ്കിലും ചേർക്കാം. അതൊരു 1/2 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. കൂട്ടത്തിൽ ഞാൻ 1 ടേബിൾ സ്പൂൺ വിനിഗർ കൂടെ ചേർത്തു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. നമ്മളിത് പാനിലല്ലേ ഇത് ചെയ്തെടുക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ ബേക്ക് ചെയ്തല്ലല്ലോ, നമ്മൾ ഓവനിലല്ല ചെയ്യുന്നത്, അതുകൊണ്ടാണ്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിലേക്ക് ഞാൻ ഇനി പിസ്സ ടോപ്പിംഗ് റെഡിയാക്കാനായിട്ട് നമുക്ക് ചിക്കൻ ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് 1/2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. അതിലൊന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് ശേഷം ബാക്കി സവാളയും നമ്മുടെ ക്യാപ്സിക്കം എടുത്തു വെച്ചിരിക്കുന്നതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പം ഞാൻ ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു വലിയ സവാള സ്ക്വയറായിട്ട് അരിഞ്ഞതും 5 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് വഴണ്ട് കിട്ടിയാൽ മതി, ഒത്തിരി ഓവറായിട്ട് വഴണ്ട് പോകേണ്ട ആവശ്യമില്ല. നമ്മളിത് ഇങ്ങനെ ചെയ്യുന്നത് തന്നെ നമ്മളിത് പാനിൽ ചെയ്യുന്നത് കൊണ്ടാണ്, ഓവനിലല്ലല്ലോ നമ്മൾ പിസ്സ ബേക്ക് ചെയ്തെടുക്കുമല്ല, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ സവാള ഒന്ന് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ക്യാപ്സിക്കം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് വേറെ ഏത് വെജിറ്റബിൾസും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൽ ആഡ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് പേഴ്സണലി ക്യാപ്സിക്കവും ഒനിയനും മാത്രം ചേർക്കുന്നതാണ് ഇഷ്ടം. കൂട്ടത്തിൽ ചിക്കനും കൂടെ ചേർത്തിട്ടുണ്ട്. നമുക്കതിന് ശേഷം നമുക്ക് 1/2 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടിച്ചതും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമുക്ക് നോക്കിയിട്ട് മാത്രം ചേർത്താൽ മതി. ഓൾറെഡി ചിക്കനകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അതിൻ്റെ ആ ഒരു 1-2 മിനിറ്റും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കുമ്പോൾ റെഡിയാവും. ഇനി നമ്മുടെ മാവ് റെഡിയായത് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ 2 മണിക്കൂറായിട്ടുണ്ട്. നമുക്ക് മാവൊന്ന് ഒന്നുകൂടെ നന്നായിട്ട് അതൊന്ന് കുഴച്ചെടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കാം. നമുക്ക് കൈകൊണ്ട് തന്നെ പെട്ടെന്ന് പരത്തിയെടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ കൈകൊണ്ട് പെട്ടെന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഓയിലും കൂടെ തൂത്തിട്ട് അത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. എന്നിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഹോൾ ഇട്ട് കൊടുക്കണം. ഈ ഹോൾ ഇടുന്നതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സോസ് അകത്തോട്ട് ചെല്ലുകയും ചെയ്യും. നമ്മളിത് കുക്ക് ചെയ്യുമ്പം പൊങ്ങി വരുത്തുമില്ല ഈ മാവ്. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആ ഹോൾ ഇട്ട ഭാഗം ആദ്യം ഒന്ന് ജസ്റ്റ് പാൻ ചൂടായിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അത് പാൻ നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിലായിരിക്കണം വെക്കേണ്ടത്. അതിന് ശേഷം നമ്മൾ അത് പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുക്കുക. ഒരു 2 മിനിറ്റ് അങ്ങനെ കുക്ക് ചെയ്തിട്ട് പെട്ടെന്ന് തിരിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഫസ്റ്റ് ലെയറായിട്ടുള്ള സോസ് വെച്ച് കൊടുക്കണം. സോസൊക്കെ നമ്മുടെ ആവശ്യത്തിനാണ് വെച്ച് കൊടുക്കേണ്ടത്. അതിന് ശേഷം ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചീസ് ഇട്ട് കൊടുക്കാം. സെക്കൻഡ് ലെയറായിട്ട് 3rd ലെയർ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ മിക്സ് എടുത്ത് വെച്ച് കൊടുക്കാം. ഈ ഹോം മെയ്ഡ് ചീസാണ് ഇത്. ഞാൻ തന്നെ ഉണ്ടാക്കിയ പിസ്സ ചീസാണ്, മൊസറല്ല ചീസ്. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ അതൊന്ന് നോക്കണം. എന്നിട്ട് ഏറ്റവും മുകളിൽ നമുക്ക് ചീസ് നമ്മുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്കത് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഒരു
5 to 7 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ ചീസ് എല്ലാം മെൽറ്റ് ആവും. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ബ്രെഡ് കൊണ്ടുള്ളതാണ്. ഇത് ബ്രെഡിൻ്റെയാണ്. ഞാൻ ബ്രെഡിൻ്റെ 4 ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു സൈഡ് ബട്ടർ തേച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു സൈഡ് ബട്ടർ തേച്ചിട്ടില്ല. ബട്ടർ തേക്കാത്ത ആ വശം നമുക്കൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ സോസ് ഒഴിക്കുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് അലിഞ്ഞ് ബ്രെഡല്ലേ പെട്ടെന്ന് അതൊരു അലിഞ്ഞു പോവും. അതിന് വേണ്ടിയാണ്. ചെറുതായിട്ടൊന്ന് ടോസ്റ്റായി കിട്ടിയാൽ മതി. അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ആ ടോസ്റ്റ് ചെയ്ത വശം അതിലേക്ക് നമുക്ക് ഈ സോസ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചീസും വെജിറ്റബിൾസും കൂടെ വെച്ച് കൊടുക്കാം. ആദ്യം ഞാൻ ഒന്ന് പ്രസ് ചെയ്തിട്ട് ചീസ് കൂടെ വെച്ച് കൊടുത്തു. എന്നിട്ട് സെയിം പ്രൊസീജിയർ തന്നെ ചെയ്യാവുന്നതാണ്. നമ്മൾ മാവ് വെച്ച് ചെയ്തതുപോലെ തന്നെ. പക്ഷേ ഒരു 2-3 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ ഇത് മെൽറ്റായി കിട്ടും. അത് പെട്ടെന്ന് തന്നെ റെഡി ആവുകയും ചെയ്യും. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇതുകൊണ്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ടായിരിക്കണം കുക്ക് ചെയ്യേണ്ടത്. ഈ സമയത്ത് നമ്മുടെ ഡോ പിസ്സ റെഡി ആയിട്ടുണ്ട്. മാവ് കുഴച്ചുണ്ടാക്കിയ തവ പിസ്സ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ബ്രെഡ് പിസ്സയും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ആർക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാവുന്ന പിസ്സയാണ്. നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ലൈക്ക്. ഞാൻ ഇതിനി ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാം. അങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ ആർക്ക് വേണമെങ്കിലും പിസ്സ ഉണ്ടാക്കാം. നമുക്ക് വെറുതെ കടയിൽ നിന്നൊന്നും മേടിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. വല്ലപ്പോഴും നമുക്ക് പിസ്സ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് റെഡിയാക്കി നിങ്ങൾക്ക് എല്ലാവർക്കും നോക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.